കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈ ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ വചനം അഥവാ ആ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശത്തേക്കാൾ കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ ഒരു സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ പോയൊരു ചിന്തയായിരിക്കാം, ഞാനൊരു കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ, പിന്നെ ഇങ്ങനെയൊരു ദൗത്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭ പരിശുദ്ധയാണെന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവിതാവസ്ഥകളിൽ നിന്ന് ആ ഒരു പ്രേക്ഷിത ദൗത്യം നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്ക് തിരിച്ചറിയാം. ഒരു പക്ഷേ ഒരു സ്ഥലത്ത് പോയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ചെന്ന് ക്രിസ്തുവിനെ പറ്റി അവരോട് പറയുന്നത് മാത്രമല്ല പ്രേക്ഷിത ദൗത്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രേക്ഷിതമായിട്ട് മാറ്റി അല്ലെങ്കിൽ ആ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. ഒരു പക്ഷേ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പക്ഷേ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ വളർന്നു കടന്നു വരുമ്പോൾ ഒരു അപ്പനായാലും അമ്മയായാലും ഒരു ഭാര്യയായാലും ഭർത്താവായാലും ഒരു മക്കളായാലും എപ്പോഴും നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരാതെ ഇരിക്കുന്ന പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. തിരിച്ചറിയേണ്ടത് ഓരോ നിമിഷവും നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതമാകുന്ന അല്ലെങ്കിൽ ആ ഒരു അടിത്തറയിൽ എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിനായിട്ട് നമ്മൾ എത്രത്തോളം നമ്മളെ വളർത്തി എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദൗത്യത്തിനായിട്ട് പലപ്പോഴും നമ്മളെ തന്നെ ഒരുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ആ ദൗത്യത്തിനായിട്ട് ഒരുക്കി വിടേണ്ടതുണ്ടെന്നുള്ള കാര്യം ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ ആകത്തുകയായിട്ട് പലപ്പോഴും സുവിശേഷകൻ നമ്മളോട് സംസാരിക്കുന്നത് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹത്താൽ ഐക്യപ്പെട്ട് സ്നേഹം പങ്കുവെച്ച് വിശ്വാസം ഓരോരുത്തർക്കും പകുത്തു കൊടുത്ത് നിങ്ങൾ സമാധാനം ആശംസിച്ചിട്ട് തിരിച്ചു പോരാനാണ്. ഒരുപക്ഷെ സുവിശേഷ ഭാഗ്യങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ഈ സമാധാനം ആശംസിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സമാധാനം സ്ഥാപിക്കുന്ന ഓരോരുത്തരും ദൈവപുത്രന്മാരാണെന്നാണ് സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, അല്ലെങ്കിൽ അവരെല്ലാം ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗ്യമല്ല പലപ്പോഴും സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കുക. ഭാഗ്യമെന്ന് എപ്പോഴും സുവിശേഷം നമ്മളോട് മുമ്പിൽ പങ്കുവെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്നൊരു ദൈവാനുഗ്രഹമാണ്, അല്ലെങ്കിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരുന്നൊരു അഭിഷേകമാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാം. കാരണം ഓരോ നിമിഷവും സമാധാനം സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ, ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ചെന്നെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ കടന്നു വന്നിരിക്കുന്ന ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഓരോരുത്തരും അവരെ ചേർത്ത് പിടിക്കാനും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കാനും ആ ദൗത്യത്തിലേക്ക് അവർ ഓരോരുത്തരേക്കും എത്തിച്ചേർക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. സഭ പ്രേക്ഷിതയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രേക്ഷിത ദൗത്യത്തിന് ഐക്യപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ
അനുതപിച്ച് നിങ്ങൾ ഓരോരുത്തരും സുവിശേഷം പ്രസംഗിക്കുവാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊരു സദ്വാർത്ത ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓരോ നിമിഷവും ഹൃദയത്തിൻ്റെ മാറ്റം ആരും അനിവാര്യം. പലപ്പോഴും തമ്പുരാൻ ഷാഠ്യം പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്നേഹത്തിലേക്ക് ഓരോ നിമിഷവും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്ഷണം പലപ്പോഴും തമ്പുരാൻ നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പരിപൂർണതയിൽ പലപ്പോഴും നമ്മളത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തയ്യാറാകത്തിൽ നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിളിയാണ് ഈ ഒരു പ്രേക്ഷിത ദൗത്യം എന്നുകൂടി നമ്മളെപ്പോഴും ഓർക്കണം. കാരണം ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമേ ഒരുങ്ങുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം യാത്രാമധ്യേ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രേക്ഷിത യാത്രയ്ക്ക് നമ്മൾ ആ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എത്രത്തോളം ഒരുങ്ങിയെന്നാണ്. എൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് തന്നെ അനുതാപത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കാനാണ്, അനുതപിക്കാനാണ് തമ്പുരാൻ പറയുക. എപ്പോഴും ഓർക്കുക, ഒരു പാപം എന്ന് പറയുന്നത് എപ്പോഴും ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു പോകുന്ന നിമിഷങ്ങളാണ്. ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവസ്നേഹത്തിലേക്ക് എത്രത്തോളം ചേർന്ന് നിൽക്കാവോ, അതൊരു അപ്പനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് എൻ്റെ കൂട്ടായിരിക്കുന്ന ഓരോ ആൾക്കാരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ആ ഒരു ദൗത്യത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയെയും പാപത്തിൽ നിന്നും പാപാവസ്ഥയിൽ നിന്നും ഞാൻ മാറ്റി നിർത്തുകയാണെന്ന്, അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിന് അങ്ങനെയുള്ളൊരു ഭംഗി കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ നിമിഷവും ഓർക്കണം, അനുതപിക്കുമെന്ന് തമ്പുരാൻ പറയുമ്പോൾ ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ വരാനാണ് തമ്പുരാൻ ഓരോ നിമിഷവും നമ്മൾ ക്ഷണിക്കുക. കാരണം വിരുമാറഴുക നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഇനിയും നിന്നെ സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ പലപ്പോഴും ആ ഒരു സ്നേഹം നിരസിച്ച് പലപ്പോഴും നമ്മൾ ജീവിക്കുകയാണ് പതിവ്. കാരണം ബോധ്യത്തോടുകൂടി ആയിരിക്കാം പലപ്പോഴും നമ്മളോട് പറയുമ്പോഴും, ആ ഒരു ബോധ്യത്തിലാണെന്ന് പലപ്പോഴും നമ്മൾ പല ആൾക്കാരോട് പറയുമ്പോഴും യഥാർത്ഥത്തിന് ആ ഒരു ബോധ്യത്തിലാണോ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ നിമിഷവും നമുക്കറിയാം, പലപ്പോഴും ആവർത്തനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോഴായിക്കോട്ടെ, ഓരോ നിമിഷവും ഇത് ആവർത്തനത്തിലാവുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മടുപ്പ് കടന്നു വരുന്നുണ്ട്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു സ്നേഹം അനുഭവിച്ച് ആ ഒരു സ്നേഹത്തിൽ ഓരോ നിമിഷവും നമ്മൾ ആയിത്തീരേണ്ടതുണ്ട്. കാരണം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു ക്ഷണവും അതാണ്. നിങ്ങൾ ഓരോരുത്തരും സമാധാനം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതാവസ്ഥകളിലും ജീവിത സാഹചര്യങ്ങളിലും പ്രസംഗിക്കുവാനാണ് തമ്പുരാൻ ഓരോ നിമിഷവും പല ആവർത്തനം നമ്മളോട് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും, എനിക്ക് എത്താവുന്ന ഓരോ ഇടങ്ങളിലും ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? ഒരു പക്ഷേ വാക്കുകൊണ്ടല്ല എന്ന് ഫ്രാൻസിസ് അസീസി പറയുമ്പോൾ, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നത് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു അപ്പനായാലും അമ്മയായാലും പറയുന്നൊരു വാക്കുകൾ ഈ മക്കളെ എത്രത്തോളം ഒരു സുവിശേഷമായിട്ട് മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാനൊരു നല്ല അപ്പനും അമ്മയുമാണോ? ഞാൻ നല്ലൊരു ഭാര്യയും ഭർത്താവുമാണോ? ഞാൻ നല്ലൊരു മകനും മകളുമാണോ? ഇപ്പോഴും ഈ നല്ലതെന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ മറ്റൊരു സുവിശേഷമായിട്ട് മാറുന്നുണ്ടോ? മറ്റൊരു ക്രിസ്തുവായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരിവർത്തനം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ദൗത്യം ഇതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമേ. ഒരു പക്ഷേ നമ്മുടെ ചുറ്റും നമ്മൾ ഈ സ്നേഹത്തെ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ, സ്നേഹത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ ഒരു ജീവിതം വ്യർത്ഥമാണ്. പലപ്പോഴും ഓർക്കുക, സമാധാനം സ്ഥാപിക്കുന്ന ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. അവർ ദൈവപുത്രന്മാരും പുത്രിമാരുമാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.